കേരളത്തിൽ മാത്രമേ ഉള്ളൂ മുസ്ലിംസിന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പവർ. ജമ്മു കാശ്മീർ വിട്ട് കഴിഞ്ഞാൽ, ജമ്മു കാശ്മീർ നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ മുസ്ലിംസിന് പൊളിറ്റിക്കൽ പവർ. ഇവർ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു അയ്യപ്പ ഭക്തന്മാര് അല്ലെങ്കിൽ അയ്യപ്പനിൽ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറി അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള രീതിയിലല്ലേ കേരളത്തിൽ പറയുന്ന പോലെ അല്ല പുറത്ത് പറയുന്നത്. എല്ലാ സോഷ്യൽ മീഡിയ ചാനൽ മലപ്പുറമാണ് ഒരു ടെററിസത്തിന്റെ ഹബ്ബ്. IS ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ റിക്രൂട്ട്മെന്റ്സ്. ഇന്റേണൽ ആയിട്ടുള്ള ത്രെഡ്സിനെ പറ്റിയാണ് ഗോൾവാൾക്കർ പറഞ്ഞത്. അപ്പൊ ഇന്റേണൽ ആയിട്ടുള്ള ത്രെഡ്സ് പറയുമ്പോൾ മുസ്ലിംസും ക്രിസ്ത്യൻസും കമ്മ്യൂണിസ്റ്റുമാണ്. ഈ മൂന്ന് പേരും കേരളത്തിലുണ്ട്. ഈ നോർത്ത് അമേരിക്കയിൽ സുനിതയ്ക്ക് അറിയാം, ഹിന്ദുത്വ വളരെ സ്ട്രോങ് ആണ്. ഹിന്ദുത്വ ഓർഗനൈസേഷൻസ്, സംഘപരിവാറിന്റെ ഓർഗനൈസേഷൻസ്, VHP അങ്ങനത്തെ പല പല ഓർഗനൈസേഷൻസ് ഉണ്ട്. അല്ലാതെ തന്നെ ഹിന്ദുത്വ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മധ്യവയസ്സിലേക്ക് കടന്ന ഒരു യുവാവാണ് BJP എന്ന പാർട്ടി. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വെറും 44 വർഷത്തെ മാത്രം പരിചയം. കോൺഗ്രസിന് 426 അംഗങ്ങൾ പാർലമെന്റിൽ ഉണ്ടായിരുന്നപ്പോൾ BJPക്ക് വെറും 2 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മുസ്ലിം വിദ്വേഷം മാത്രം അസ്തിത്വമായിട്ടുള്ള ഒരു പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. എന്നാൽ അവിടെ നിന്നും BJP അല്ലാത്ത മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ ബാക്കി ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മറാഠ ദേശീയതയുടെ ദുർഗങ്ങളായ ബാൽ താക്കറെ, ശരത് പവാർ ദ്വന്ദ്വത്തിനെ തകർത്തെറിഞ്ഞ് മഹാരാഷ്ട്ര പിടിച്ച BJPയെ നാം കഴിഞ്ഞ ദിവസം കണ്ടു. തൃശൂർ പിടിച്ചു കഴിഞ്ഞ് ഇവരിനി പാലക്കാടും പിടിക്കാൻ പോവുകയാണോ എന്ന് നാം ഒരു വേള ആശങ്കപ്പെട്ട ഉപതിരഞ്ഞെടുപ്പും കഴിഞ്ഞു. ഇതൊക്കെ ചെറിയ കാലയളവ് കൊണ്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നാം ആലോചിക്കുമ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും സംഘപരിവാർ രാഷ്ട്രീയത്തെ വളരെ ആഴത്തിൽ അതിന്റെ പ്രത്യയശാസ്ത്രവും ആകർഷണീയതയും തന്ത്രകുതന്ത്രങ്ങളും ഒരു കർമ്മ പദ്ധതിയായി പഠിച്ച ഒരു മൂവാറ്റുപുഴ സ്വദേശിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മലയാളത്തിലും ഇംഗ്ലീഷിലും മാത്രമല്ല മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഫ്രഞ്ചിലും പോർച്ചുഗീസിലും ഇറ്റാലിയനിലും ഒക്കെ ആളുകൾ വായിക്കുന്ന പ്രൊഫസർ നിസിം മണ്ണത്തുകാരൻ കാനഡയിലെ ഡാൽഹൌസി യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകമായ കേരളത്തിലെ സംഘപരിവാർ വളർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദു നാഷണലിസം ഇൻ സൗത്ത് ഇന്ത്യ, ദ റൈസ് ഓഫ് സാഫ്രൺ ഇൻ കേരള പ്രസിദ്ധീകരിച്ചിരുന്ന പ്രശസ്തമായ റാട്ട്ലഡ്ജ് ബുക്സ് ആണ്. കാനഡയുടെ രണ്ടറ്റത്തിരുന്നാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്നത് നോവാസ്കോഷ്യയിലാണ്, ഞാൻ ബ്രിട്ടീഷ് കൊളംബിയയിലാണ്. ഏകദേശം 6000 കിലോമീറ്ററിന്റെ ദൂരമുണ്ട്. പക്ഷെ നമ്മുടെ മാതൃരാജ്യത്തെക്കുറിച്ചുള്ള സ്നേഹവും വരാൻ പോകുന്ന രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, ഇന്ത്യയിൽ നടക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളൊക്കെയാണ് ഞങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകം. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രൊഫസർ നിസിം മണ്ണത്തുകാരൻ. നിസിമിന്റെ ഈ പുതിയ പുസ്തകത്തിൽ പറയുന്ന പല സംഘപരിവാർ BJP അജണ്ടകളും ഒക്കെ കേരളത്തിൽ നമ്മൾ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം ഒരൊറ്റ ദിവസം കൊണ്ടാണ് കോൺഗ്രസ്സുകാരനായി മാറിയത്. ഈ മാറ്റം കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമോ? UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൂടാതെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ 30 സീറ്റുകൾ അവർക്ക് പിടിക്കാൻ പറ്റും എന്നവർ പറയുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു. എങ്ങനെയാണ് കേരളത്തിലെ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്? സുനിത, ആദ്യം ഒരു ക്ലാരിഫിക്കേഷൻ. ഞാൻ മാത്രം എഴുതിയ ബുക്കല്ല, ഞാൻ എഡിറ്റ് ചെയ്ത ബുക്കാണ്. അപ്പോൾ പല ആൾക്കാരും അതിൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബുക്ക് ഈയിടെ 2024 ഓഗസ്റ്റിലാണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബുക്കിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ എലക്ഷനെ മാത്രമായിട്ട് ബന്ധിപ്പിച്ച് കാണരുത്, എലക്ഷനെ മാത്രമായിട്ട് ചുരുക്കി കാണരുത്. അതാണ് ഒരു മെയിൻ കാര്യം ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്ന പല എസ്സേസിലും, ഈ ബുക്കിലുള്ള പല എസ്സേസിലും പറയുന്ന കാര്യം എന്ന് വെച്ച്. കാരണം നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്ന എലക്ഷൻ മാത്രമായി ചുരുക്കി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടിത്തട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എലക്ഷൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് പുറത്തു നിന്നുള്ള ആൾക്കാരും എല്ലാവരും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു തെറ്റായ ഒരു പോളിസി അല്ലെങ്കിൽ തെറ്റായ ഒരു മൂവാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മൾ RSS പോലെ അല്ലെങ്കിൽ സംഘപരിവാർ പോലെയുള്ള ഓർഗനൈസേഷൻസ് 100 കൊല്ലത്തോളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. അവരുടെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ആ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ്റെ എലക്ഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വശം എന്ന് പറയുന്ന ഒരു ഭാഗമേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എസ്പെഷ്യലി കേരളം നമ്മൾ എങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
കേരളത്തിൽ മാത്രമാണ് ഇത്രയും നാളായിട്ട് ഒരു ലോക്സഭാ സീറ്റ് പോലും BJPക്ക് പിടിക്കാൻ പറ്റാതിരുന്നത്. ഇത് ആദ്യമായിട്ടാണ് 2024 തെരഞ്ഞെടുപ്പിൽ അത് ബ്രേക്ക് ചെയ്യുന്നത്. അതൊരു വലിയ സംഭവമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ്. കാരണം തമിഴ്നാട്ടിൽ പോലും BJP ജയിച്ചിട്ടുണ്ട്, പാർലമെന്ററി സീറ്റ് ജയിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ആ കാൽവയ്പ് ഇനിയും ഫ്യൂച്ചറിലേക്ക് അത് വലിയൊരു സ്ട്രക്ചറൽ ചേഞ്ച് വരുമെന്നാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എസ്പെഷ്യലി ഈ ഇലക്ഷൻ്റെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് 11 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP ലീഡ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂരും തിരുവനന്തപുരം ലോക്സഭ, എസ്പെഷ്യലി തൃശ്ശൂർ തിരുവനന്തപുരം ലോക്സഭ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി. രണ്ടാമതായി അസംബ്ലി സെഗ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഓൾമോസ്റ്റ് 9 ഉണ്ട്. അപ്പൊ അത് തന്നെ കാണിക്കുന്ന ഇപ്പൊ പുതിയതായിട്ട് വരുന്ന സ്കോളർലി അനാലിസിസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബൈപോളാർ സിസ്റ്റം കേരളത്തിലുണ്ടായിരുന്ന 2 ധ്രുവങ്ങൾ നിൽക്കുന്ന ഒരു 2 പാർട്ടി സിസ്റ്റത്തിൽ നിന്ന് ഒരു ട്രൈപോളാർ അല്ലെങ്കിൽ 3 പാർട്ടി സിസ്റ്റമായി 3 പാർട്ടിയിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇപ്പോൾ സുനിത ചോദിച്ചതിന്റെ ക്വസ്റ്റ്യൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലക്ഷന്റെ മാത്രമായിട്ട് എലക്ഷനിൽ ആര് ജയിച്ചു തോറ്റു എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഡീപ്പായിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ കഴിയില്ല. ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് വെച്ചാൽ ഇത്രയും നാളായിട്ട് സംഘപരിവാറിന്റെ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെ ശക്തമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതെ BJPക്ക് ഇവിടെ വോട്ടില്ല അല്ലെങ്കിൽ BJP ഇവിടെ ഒരു സീറ്റ് ജയിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടിയിൽ നടക്കുന്ന ചേഞ്ചസ് കാണാൻ ആയിട്ട് വിട്ടുപോകുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ആ വലിയ സംഗതികളുടെ ഒരു റിസൾട്ട് മാത്രമാണ് 1-2 സീറ്റിൽ ജയിച്ച രീതിയിൽ നമ്മൾ കാണുന്നത് അല്ലേ? അതിനേക്കാൾ വലിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടക്കുന്നത്. അപ്പൊ ഒരു ഇലക്ഷനിൽ തോറ്റോണ്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ഷനിൽ ചെറിയ വോട്ട് കുറഞ്ഞുകൊണ്ടോ ഇത് ഇപ്പൊ ഒരു വലിയൊരു ഈ 2024 ലോക്സഭ അവർക്ക് BJPക്ക് ഫുൾ ഭൂരിപക്ഷം കിട്ടാത്തത് അത് വലിയൊരു സംഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ ഹിന്ദുത്വ ഇത്രയും നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എജൻഡകൾ നടപ്പാക്കാനായിട്ടുള്ള കൂടുതൽ ശക്തി ഉണ്ടായിരുന്നേനെ. അതിലൊരു ചെറിയായിട്ട് ഒരു ഇന്റർവെൽ വന്നേ ഉള്ളൂ. അതുകൊണ്ട് ഹിന്ദുത്വം ഫിനിഷായി പോയി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അനാലിസിസ് വന്നു. അതൊക്കെ ഭയങ്കര തെറ്റായുള്ള അനാലിസിസ് ആണ്. അങ്ങനെയല്ലല്ലോ. അത് ഐഡിയോളജിക്കലായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് മുന്നേറ്റങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അത് എലക്ഷനുമായിട്ട് ബന്ധിപ്പിച്ച് മാത്രം നോക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് മുന്നേറുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഹിന്ദുത്വ പൊളിറ്റിക്സ് കേരളത്തോട് ഇത്രയും വലിയ ശത്രുത എല്ലാ കാലത്തും? അപ്പം ഇതാണ് ഞങ്ങളുടെ ബുക്കിന്റെ ഒരു പാട്ട് ഞാൻ എഴുതിയ ചാപ്റ്റർ എൻ്റെ ഫോക്കസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എസ്പെഷ്യലി ഈ ലാസ്റ്റ് 10 കൊല്ലം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞതിന് ശേഷം കേരളത്തിനോട് ഒരു ഭയങ്കരമായ ഒരു രോഷം പുറത്തു നിന്ന് ഹിന്ദുത്വ സപ്പോർട്ടേഴ്സിന്റെ ഇടയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരും കേരളത്തിലെ പൊളിറ്റിക്സിൽ മാത്രം നോക്കുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ആൾക്കാർ ഇത് കാണാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ പുറത്തേക്ക് നോക്കുന്നില്ല, നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന എൻ്റെ ചാപ്റ്ററിൽ ചെയ്ത എന്ത് വെച്ചാൽ പുറത്തുനിന്ന് നമ്മൾ എങ്ങനെയാണ് കേരളത്തെ നോക്കുന്നത് എന്നുള്ള ഹിന്ദുത്വയുടെ കാഴ്ചപ്പാടിൽ അതിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് കേരളം ഒരു പ്രധാനമായ ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേക്കണ ഒരു പ്രതിദ്വന്ദ്വി അല്ലെങ്കിൽ ഒരു എനിമി ആയി മാറിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഒരു യുണീക്ക് ഡെമോഗ്രാഫിക് സിറ്റുവേഷനുള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ കൾച്ചറൽ ആയിട്ടുള്ള ഫോർമേഷനുണ്ട്. അത് ഒന്ന് മുസ്ലിംസും ക്രിസ്ത്യൻസും ഈക്വൽ സ്ട്രെങ്തിലുള്ള ഒരു സംസ്ഥാനമാണ്. അതിൻ്റെ കൂടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ഐഡിയോളജി പ്ലസ് ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്ന ഇപ്പോഴും ഗവൺമെൻറ്റിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രത്യയശാസ്ത്രമാണ്. ഈ മൂന്നും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ചേരുവ ഇതിൽ ഇന്ത്യയിൽ വേറെ സ്ഥലത്തും ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് ഗോൾവാൾക്കറൊക്കെ പറഞ്ഞത്. ഗോൾവാൾക്കറിൻ്റെ ബഞ്ച് ഓഫ് തോട്ട്സിൽ പണ്ട് എഴുതിയിരുന്ന കാര്യമാണ്. ബാഹ്യമായ എതിരാളികൾ അല്ലെങ്കിൽ ബാഹ്യമായ ഫിയർസിനെ പറ്റി പറയുന്നേക്കാളും കൂടുതൽ ഇന്റേണൽ ആയിട്ടുള്ള എനിമീസ്
ഇന്റേണൽ ആയിട്ടുള്ള ത്രെഡ്സിനെ പറ്റിയാണ് ഗോൾവാൾക്കർ പറഞ്ഞത്. അപ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ത്രെഡ്സ് പറയുമ്പോൾ മുസ്ലിംസും ക്രിസ്ത്യൻസും കമ്മ്യൂണിസ്റ്റുമാണ്. ഈ മൂന്ന് പേരും കേരളത്തിലുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെതായിട്ട് ഒരു യുണീക്ക് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ഈ മൂന്ന് ആ ഗോൾവാൾക്കർ പറഞ്ഞ കാര്യങ്ങൾ 2018 RSSന്റെ ഹെഡ് പറഞ്ഞു, അത് ഞങ്ങൾ ഇനി മാനിക്കുന്നില്ല. കാരണം ഇതിനെപ്പറ്റി ഇത്രയും നാളായിട്ട് കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയൊക്കെ കമ്മ്യൂണിസ്റ്റിനെയൊക്കെ എനിമീസായിട്ട്, ഇന്റേണൽ എനിമീസായിട്ട് അല്ലെങ്കിൽ ആഭ്യന്തരമായ എതിരാളികളായിട്ട് കാണാൻ പറ്റുന്ന ഗോൾവാൾക്കർ പോലെയുള്ള RSS നയിച്ച ആൾക്ക് എന്ന്. ആ കോൺട്രവേഴ്സീസിന്റെ ഒരു മറുപടി ആയിട്ട് ഫൈനലി 2018 ആ ഭാഗം ഞങ്ങൾ മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ കണക്കാക്കുന്നില്ല എന്ന് ഒരു ക്ലാരിഫിക്കേഷൻ. അപ്പം പ്രത്യേകിച്ച് ഇതാണ് മെയിൻ ആയിട്ടുള്ള കാരണം, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ കൾച്ചറൽ ഫോർമേഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, BJP ഇവിടെ ഒരു അസംബ്ലി സീറ്റ് അല്ലാതെ ഇതുവരെ ഈ 2024 വരെ ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു സംഭവമാണ്. കാരണം പഞ്ചാബിൽ പോലും, പഞ്ചാബാണ് വേറൊരു സംസ്ഥാനം തമിഴ്നാട് പോലെ തന്നെ BJPക്ക് എതിരായിട്ട് നിൽക്കുന്നത്. പക്ഷെ BJP അവിടെ അകാലിദളുമായിട്ട് കൂടെ ഭരിച്ച സംസ്ഥാനമാണ്. അവിടെ ഒത്തിരി നാളായിട്ട് അലയൻസിലുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ AIDMK അലയൻസിലുണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമാണ്, നോർത്ത് ഈസ്റ്റിൽ പോലും BJP കടന്നു കയറിയിരിക്കുകയാണ് വലിയ വൻതോതിൽ. കേരളത്തിൽ മാത്രമാണ് ഇത് സാധ്യമാകാതെ വരുന്നത്. അതുകൊണ്ടാണ് കേരളം ഒരു സ്പെഷ്യൽ ഏരിയ ആയിട്ട്. അപ്പോൾ അതാണ് ഈ ആന്റഗണിസം അല്ലെങ്കിൽ ഈ എതിർപ്പിനുള്ള കാരണം. അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ സ്റ്റഡി ചെയ്ത എൻ്റെ ചാപ്റ്റർ ഉദ്ധരിക്കുന്നത്, സോഷ്യൽ മീഡിയ സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ, ഹിന്ദുത്വയുടെ സോഷ്യൽ മീഡിയ സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ ഈ എതിർപ്പും അല്ലെങ്കിൽ ഒരു വൻ രോഷവും ഇന്ത്യയിൽ കേരളം എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ സംസ്ഥാനം എന്നുള്ള രീതിയിൽ കാണാൻ കഴിയും. അത് വലിയൊരു സംഭവമാണ്. ഈ പുസ്തകം ഒരു സാധാരണ പുസ്തകം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ആഴത്തിലുള്ള പഠനമാണ് ശരിക്കും നടത്തുന്നത്. അപ്പൊ ഈ പഠനത്തിന്റെ പഠിച്ചപ്പോൾ ആളുകളെ ഒരുപാട് പേരെ നേരിട്ട് കണ്ടും അത്തരം എക്സാമ്പിൾ എടുത്തും ഉദാഹരണങ്ങൾ എടുത്തും ഒക്കെയാണല്ലോ മറ്റു പുസ്തകങ്ങൾ എഴുതുന്ന പോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വായനയ്ക്കുള്ള പുസ്തകം ഒന്നല്ല. വളരെ ആഴത്തിൽ കുറെ മനുഷ്യരുടെ കുറെ കാലത്തെ ഒരു അധ്വാനം കൂടിയാണ് ഈ പുസ്തകം. അപ്പൊ അതിൽ പെട്ടെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്, ഏത് തരത്തിലൊക്കെയാണ് കേരളത്തോടുള്ള ഈ ഹെയ്റ്റ് കണ്ടുപിടിച്ചത്? ഏതെല്ലാം മൂന്നാല് ഏരിയസ് ഞാൻ മൂന്നായിട്ടാണ് അത് കാണുന്നത്. ഒന്ന്, മൂന്ന് തലത്തിലാണ് ഇതിന്റെ ഈ ഹേറ്റ് അല്ലെങ്കിൽ വിദ്വേഷം കാണാൻ കഴിയുന്നത്. ഒന്ന്, ആദ്യമായിട്ട് പൊളിറ്റിക്സ്, രണ്ടാമതായിട്ട് കൾച്ചർ, സാംസ്കാരികം. ആദ്യത്തേത് പൊളിറ്റിക്സ്, രണ്ടാമത്തേത് കൾച്ചർ, മൂന്നാമത്തേത് വികസനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ്. ഈ മൂന്ന് തലത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ വലിയ വലിയ ഹിന്ദുത്വ ആക്ടിവിസ്റ്റ്, ലീഡേഴ്സ്, ഓർഡിനറി ആൾക്കാരുടെയും ഉണ്ട് ഞാൻ സ്റ്റഡി ചെയ്തതിൽ. പക്ഷേ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റും ലീഡേഴ്സും ഒക്കെ ഇതേ സാധനം സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ, അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ സാധാരണ ജനങ്ങൾ പറയുന്ന പോലെയല്ല. അപ്പം സോഷ്യൽ മീഡിയയിൽ ഈ എസ്പെഷ്യലി ഇപ്പം പുറത്ത് ഈ നോർത്ത് അമേരിക്കയിൽ സുനിതയ്ക്ക് അറിയാം, ഹിന്ദുത്വ വളരെ സ്ട്രോങ് ആണ്. ഹിന്ദുത്വ ഓർഗനൈസേഷൻസ്, സംഘപരിവാറിൻ്റെ ഓർഗനൈസേഷൻസ്, VHP, അങ്ങനത്തെ പല പല ഓർഗനൈസേഷൻസ് ഉണ്ട്. അല്ലാതെ തന്നെ ഹിന്ദുത്വ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ചില ആൾക്കാരൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉള്ളവരാണ് ട്വിറ്ററിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അങ്ങനത്തെ. അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ, ആ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ പറയുന്ന പോലെയല്ല. അപ്പോൾ അതുപോലത്തെ ഓർഗനൈസേഷൻസ്, ഇൻഫ്ലുവൻഷ്യൽ വ്യക്തികൾ, പിന്നെ BJPയുടെ വലിയ വലിയ നേതാക്കൾ, പ്രൈം മിനിസ്റ്റർ തൊട്ടുള്ള നേതാക്കൾ, അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങൾ, പിന്നെ ഹിന്ദുത്വയുടെ വേറെ ചെറിയ ഓർഗനൈസേഷൻസ്, ന്യൂസ് പേപ്പേഴ്സ്, പിന്നെ പ്രൊപ്പഗാൻഡ ഔട്ട്ലെറ്റ്സ്. ഓപ്പ് ഇന്ത്യ പോലത്തെ സുനിതയ്ക്കറിയാം, ഏറ്റവും ഹിന്ദുത്വയുടെ എജൻഡയുടെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ഒരു പ്രൊപ്പഗാൻഡ ഔട്ട്ലെറ്റ് എന്ന് തന്നെ പറയണം. കാരണം പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞാൽ അതിൽ മിക്ക കാര്യങ്ങളും പറയുന്നത് വ്യാജമാണ് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് ആണ്. അപ്പൊ അതാണ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. ട്വിറ്ററിന് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ ഒരു പ്രധാന മീഡിയ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്? ട്വിറ്റർ വലിയ മീഡിയ ആണ്. ഈ ബുക്കിൽ ഞാൻ പറയുന്നില്ല, പക്ഷെ വേറെ എൻ്റെ വർക്കിൽ ഞാൻ സോഷ്യൽ മീഡിയയെ പറ്റി തന്നെയാണ് പഠിക്കുന്നത്, ട്വിറ്ററിനെ പറ്റി തന്നെയാണ്. എസ്പെഷ്യലി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നത് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിയാണ്, ലീഡറാണ് സോഷ്യൽ മീഡിയ ട്വിറ്ററിനെ ഉപയോഗിക്കുന്ന, വൻതോതിൽ ഉപയോഗിക്കുന്നത്.
അത് ആ പുള്ളിയുടെ എൻഗേജ്മെന്റ്, അദ്ദേഹത്തിന്റെ എൻഗേജ്മെന്റ് ഇതിൻ്റെ അകത്ത് കണ്ടാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. 2009 തൊട്ട് ഉം, 2014 പ്രൈം മിനിസ്റ്റർ ആവുന്നവരെ ഉം, ആ മീഡിയത്തെ യൂസ് ചെയ്ത്, നരേന്ദ്രമോദി മാത്രമല്ല, വേൾഡിൽ പല ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. ഉം, ഡൊണാൾഡ് ട്രംപ്, അങ്ങനത്തെ ഫാർ റൈറ്റ്, വലത്, എക്സ്ട്രീം വലതുപക്ഷമുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. അത് നമ്മൾ കാണാതെ പോകരുത്. ഓൾദോ സോഷ്യൽ മീഡിയ ഇന്ത്യയിൽ ഇപ്പോൾ ട്വിറ്റർ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇപ്പോൾ എക്സ്, ട്വിറ്റർ മാറി ഇപ്പോൾ എക്സ് ആണല്ലോ, അതിന്റെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. നമ്പർ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. 5-6% പോലും ഉള്ളൂ ഇന്ത്യയുടെ ഇത്രയും വലിയ പോപ്പുലേഷനിൽ. പിന്നെ കൂടുതൽ ഇംഗ്ലീഷിലുള്ള അതെ, ഹിന്ദി, ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു അവർക്ക് ഏറ്റവും ഗുണകരമായി വരുന്നത് ഇംഗ്ലീഷിലുള്ള അതെ, ഇംഗ്ലീഷ് ഡോമിനൻസ് ഉണ്ട്. ഇംഗ്ലീഷ് ഡോമിനേഷൻ ഉണ്ട്. ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ്. എന്നാലും പക്ഷെ ഇപ്പം കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നമുക്ക് പ്രാദേശിക ഭാഷകൾ മുഴുവൻ ആൾക്കാർ ഇപ്പം രാഹുൽ ഗാന്ധി തൊട്ടോ മോദി, ബാക്കി എല്ലാ നേതാക്കന്മാരും പല പല സ്റ്റേറ്റുകളിലെല്ലാം അവരുടെ സ്വന്തം ഭാഷയിൽ രണ്ടിലും ഇടും, ഇംഗ്ലീഷിലിടും, സ്വന്തം ഭാഷയിലിടും. അപ്പൊ അതിന്റെ ഒരു റീച്ച് അവർക്ക് മനസ്സിലായി. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ, ഒരു വലിയ അവരുടെ ഈ എസ്പെഷ്യലി എക്സ് പോലുള്ള പ്ലാറ്റ്ഫോം 5% ഉള്ളെങ്കിലും ആ ഇന്ത്യയിലെ ന്യൂസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ജേർണലിസം ഒക്കെ മാറിയിട്ട് ഡയറക്റ്റ് പോയി ആൾക്കാർ പണ്ടത്തെ പോലെ റിപ്പോർട്ടിങ്ങും ഓൺ ദ ഗ്രൗണ്ട്, ഓൺ ദ ഫീൽഡ് റിപ്പോർട്ടിങ്ങും ശരിയായുള്ള സ്റ്റോറീസും കൊണ്ടുവരുന്നതിന് പകരം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങൾ, മെയിൻ സ്ട്രീം മീഡിയയൊക്കെ ട്വിറ്ററിൽ നിന്നാണ് ന്യൂസ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിന്റെ ഒരു മാറ്റം വന്നെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന, ഇപ്പം നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ, അതാണ് വാർത്ത മെയിൻ ഹെഡ്ലൈൻ ആയിട്ട് വരുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള കവറേജും റിപ്പോർട്ടിങ്ങും ഒക്കെ കുറഞ്ഞു. അപ്പൊ അത് വളരെ ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ. അത് വേറെ ടോപ്പിക്കാ, നമുക്ക് പിന്നെ സംസാരിക്കാനായിട്ട് ഒത്തിരി ഉണ്ട്. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയ മാറിയതോടെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ചുരുങ്ങുമ്പോൾ ആ സോഷ്യൽ മീഡിയ ബേസ്ഡ്, അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്. അല്ലാതെ 5% ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പ്ലാറ്റ്ഫോം എങ്ങനെ ഇന്ത്യയിൽ ഇത്രയും വലിയതാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പവർ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഓഡിയൻസ് ആണ് കൂടുതൽ പവർ, മിഡിൽ ക്ലാസ്, എലീറ്റ് ആൾക്കാർ. പിന്നെ ഇത് വാട്സാപ്പ് വഴി എല്ലാ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് വരെ കിട്ടുകയാണല്ലോ. അതെ, അബ്സല്യൂട്ട്ലി. അപ്പൊ വാട്സാപ്പ് അത് വേറെ മീഡിയ, അത് വാട്സാപ്പിൽ ഒത്തിരി കൂടുതൽ ഈസി ആയിട്ട് കയ്യിൽ വീട്ടിലിരുന്ന് കിട്ടുന്നതുകൊണ്ട് എളുപ്പമുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ ഒന്ന്, പിന്നെ വാട്സാപ്പിൽ അതിന്റെ റീച്ച് ഭയങ്കര വൻ തോതിലാണല്ലോ. അത് നമുക്കറിയാവുന്ന കാര്യം. ഇപ്പൊ കേരളത്തെ കുറിച്ച് പറഞ്ഞു വന്നതിൽ കൾച്ചറൽ പൊളിറ്റിക്സ്, ഡെവലപ്മെന്റ് 3 ഏരിയയിലാണ് പഠനം നടത്തിയത്. പൊളിറ്റിക്സും ഡെവലപ്മെന്റും നമ്മൾ പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്യാറുണ്ട്. കേരളത്തിന്റെ ഒരു കൾച്ചർ ഏത് രീതിയിലാണ്, ഇതില് എന്താണ് പഠനത്തിൽ കണ്ടെത്തൽ? ഞാൻ കൾച്ചറിലേക്ക് വരാം. ആദ്യം പൊളിറ്റിക്സിൽ എന്ന് പറയുമ്പോൾ, ഇപ്പൊ പറഞ്ഞില്ലേ ഈ 3 എനിമീസ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് കമ്മ്യൂണിസം വലിയ ഒരു എനിമി ആയിട്ട് തന്നെ, എതിരാളിയായിട്ടാണ്. പക്ഷെ മുസ്ലിം സെൻട്രിക്, മുസ്ലിം ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ, ഈ മുസ്ലിംസിനെ ചുറ്റിപ്പറ്റിയുള്ള പൊളിറ്റിക്സ് ആണ് ഹിന്ദുത്വ നാഷണൽ ലെവലിൽ ഏറ്റവും വലിയ അവരുടെ ഒരു മെയിൻ എജണ്ട എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരുടെ ഏറ്റവും വലിയ ഒരു പരാതി എന്ന് പറഞ്ഞാൽ, ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 75 കൊല്ലമായിട്ട് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമെന്ന് പറയുമ്പോൾ തന്നെ ഇത് ശരിക്കുമുള്ള സെക്യുലർ രാഷ്ട്രമല്ല, അത് മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രമായി മാറി എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. ഇതാണ് ഒരു ഇരവാദമാണ്, ഹിന്ദുക്കളുടെ ഒരു ഇരവാദം, ഒരു വിക്ടിമൈസേഷൻ ഓഫ് ഹിന്ദുസ്. നമ്മൾ ഫോർ എക്സാമ്പിൾ സുനിധിക്ക് അറിയാമെന്ന് അറിയാം, ആനന്ദ് രംഗനാഥ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ ഒരു ഹിന്ദുത്വയുടെ വക്താവായി വരുന്ന എല്ലാ ചാനലുകളിലും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പുള്ളിക്കാരൻ പുള്ളി പറയുന്ന അനുസരിച്ച് ഇന്ത്യയിലെ ഹിന്ദുക്കള് 8th ക്ലാസ് സിറ്റിസൺസ് ആണ്. അല്ലാതെ ഫസ്റ്റ് ക്ലാസ് പോയിട്ട് അല്പം സെക്കൻഡ് ക്ലാസ് പോയിട്ട് 8th ക്ലാസ് എന്ന് പറഞ്ഞാൽ 8ാം നിരയിൽ നിൽക്കുന്ന അത്രേ ഉള്ളൂ ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കുള്ള മാനം എന്നാണ് പുള്ളിയുടെ ആർഗ്യുമെന്റ്. എന്ന് പറഞ്ഞാൽ അത്രയും അധപ്പതിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ കണ്ടീഷൻ എന്നാണ്. ഇതാണ്. അപ്പം ഈ ഇരവാദമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പം കേരളം ഒരു പ്രത്യേക സോഷ്യൽ സിറ്റുവേഷനിലുള്ള സംസ്ഥാനമാണ്, ഒരു രാജ്യമാണ്. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ മുസ്ലിംസിന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പവർ. ജമ്മു കാശ്മീർ വിട്ട് കഴിഞ്ഞാൽ, ജമ്മു കാശ്മീർ നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ മുസ്ലിംസിന് പൊളിറ്റിക്കൽ പവർ ത്രൂ മുസ്ലിം ലീഗ്, മുസ്ലിം പൊളിറ്റിക്സ് സ്ട്രോങ് ആയതുകൊണ്ട്.
അപ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ ഈ മുസ്ലിംസിന് പൊളിറ്റിക്കൽ പവർ ഉള്ളത് ഇവര് കാണിക്കുന്നത്. അപ്പോൾ ഈ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അത് അവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പുറത്തുനിന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് മെയിൻ കാര്യങ്ങൾ, ഇപ്പം മുസ്ലിം ലീഗ്, ഇവര് മുസ്ലിം ലീഗിന്റെ ഫ്ലാഗ് സുനിധിക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, എത്രയോ പ്രാവശ്യം കോൺട്രവേഴ്ഷ്യലായിട്ട് പുറത്ത് കാണിക്കുന്നു. സോഷ്യൽ മീഡിയ, ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇത് പ്രചരിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാന്റെ ഫ്ലാഗ്, മുസ്ലിം ലീഗിന്റെ ഫ്ലാഗാണ്, അത് പാകിസ്ഥാന്റെ ഫ്ലാഗായി മാറി. അത് അമിത്ഷാ തന്നെ പറയും. അമിത്ഷാ തന്നെ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ റാലി കണ്ടിട്ട് ഇത് പാകിസ്ഥാനാണോ ഇന്ത്യ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ ഇങ്ങനെ പറയുന്നത്, ഈ ഫ്ലാഗ് ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ട് ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് വൻ തോതിൽ ഇത് വൈറലായി മാറുകയാണ്. അത് ഞാൻ ഇപ്പം പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് ഇത് പ്രചരിപ്പിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ മെയിൻ സ്ട്രീം മുസ്ലിം പൊളിറ്റിക്സ്, മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടി ഇന്ത്യയിൽ വളരെ സ്റ്റഡി ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് അല്ല, ജിന്നയുടെ മുസ്ലിം ലീഗ് അല്ല. പലരും ആർഗ്യൂ ചെയ്ത പോലെ മുസ്ലിം ലീഗ് കേരളത്തിന്റെ മതേതരത്വ രാഷ്ട്രീയം, മതേതരത്വ സംസ്കാരം വളർത്തുന്നതിൽ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൽ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ വളരെ കുറവാണ്, ഇപ്പോഴും കൺസർവേറ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ്, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഇന്ത്യയിൽ ഒരു വലിയൊരു യുണീക്ക് പാർട്ടിയാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനെ മാനിക്കുന്ന, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവരുടെ ഹിന്ദുത്വയുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ അവർക്കൊന്നും അറിയുന്നില്ല ഇതിനെപ്പറ്റിയൊന്നും. ആക്ച്വലി ലേഖനങ്ങൾ അവർ പറയുന്നത് മുസ്ലിം ലീഗും എക്സ്ട്രീം മുസ്ലിം ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സും തമ്മിൽ ഒരു വ്യത്യാസമില്ല, മനസ്സിലായില്ലേ? അവർക്ക് മെയിൻ സ്ട്രീം മുസ്ലിം പൊളിറ്റിക്സും എക്സ്ട്രീം ഇസ്ലാമിസ്റ്റ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ഫോം ഓഫ് പൊളിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസമില്ല. അത് ആ വ്യത്യാസത്തെ അവർ കൊളാപ്സ് ചെയ്യുന്നു. എന്നിട്ടാണ് അങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് നാഷണൽ മീഡിയ മുഴുവൻ. മുസ്ലിം ലീഗ് തീവ്രവാദി പാർട്ടിയാണ്, മുസ്ലിം ലീഗ് പാകിസ്ഥാന്റെ പാർട്ടിയാണ്. അപ്പൊ ഇത് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാകുന്നില്ല, അവർക്ക് അതിന്റെ ഡിഫറൻസ് ഒന്നും അറിയില്ലല്ലോ. അവർ കാണുന്ന മുസ്ലിം ലീഗിന്റെ ഫ്ലാഗ് പറക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാന്റെ ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുകയാണ്. ജനങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതാണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാരിക്കുന്നു. ലോകത്ത് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ഇന്ത്യയിലെ ഒരു പാർട്ടി റാലിയിൽ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ ശ്രമിക്കുന്ന ആള്, പുള്ളിയുടെ റാലിയിൽ പാകിസ്ഥാന്റെ ഫ്ലാഗ്. അപ്പൊ ഇത് കൗണ്ടർ ചെക്ക് ചെയ്യാനോ ഇത് ഫാക്ട് ചെക്ക് ചെയ്യാനോ ഇതിനെക്കുറിച്ച് ഒരു ഉത്തരം കൊടുക്കാനോ ഒന്നും ആർക്കും സാധിക്കില്ല. കാരണം ഒന്ന്, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേരളത്തിന്റെ അകത്തെ പൊളിറ്റിക്സും അവരുടെ സ്വന്തം കാര്യമാണ് നോക്കുന്നത്, പുറത്തുനിന്ന് നോക്കുന്നില്ല എന്താണ് ഈ പോർട്രയിൽ വരുന്നത് എങ്ങനെയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, മെയിൻ സ്ട്രീം മീഡിയയിൽ, ടൈംസ് നൗ, അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TV, എല്ലാ ഗോദി മീഡിയ എന്ന് പറയുന്ന എല്ലാ ചാനലുകളും കേരളത്തെ പറ്റിയുള്ള പല കാര്യങ്ങളിലും ഉള്ള പോർട്രയൽ, ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇത് എപ്പോഴും ഉണ്ട്. യോഗി ആദിത്യനാഥ് മുസ്ലിം ലീഗിനെ വിളിച്ചത് വൈറസ് എന്നാണ്. വൈറസ് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ചുമ്മാ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ വൈറസ് എന്ന് പറഞ്ഞ എന്ന വാക്ക് നരഹത്യ, ജനോസൈഡ്, അങ്ങനത്തെയൊക്കെ വലിയ വലിയ സംഭവങ്ങൾ, റവാണ്ടയിലെ ജനോസൈഡിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയാണ്. അത് ഉപയോഗിക്കാൻ അങ്ങനെ വൈറസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാനും പോലെ അതുപോലത്തെ ഒരു മാരകമായ രോഗമാണെന്നുള്ള രീതിയിലല്ലേ പോർട്രേ ചെയ്യുന്നത് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്ന ആ വർഷം 2014 ഇലക്ഷൻ ക്യാമ്പയിനിൽ കേരളം ഭീകരതയുടെ അല്ലെങ്കിൽ ടെററിസത്തിന്റെ, ഇസ്ലാമിസ്റ്റ് ടെററിസത്തിന്റെ നഴ്സറി ആണെന്നാണ് പറഞ്ഞത്. നഴ്സറി. അതുപോലെ തന്നെ നഡ്ഡ, BJPയുടെ പ്രസിഡന്റ്, ഈയിടെ ഒരു കൊല്ലം മുമ്പ് അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇതാണ് പറഞ്ഞത്. അപ്പം ഈ മുസ്ലിം പൊളിറ്റിക്സ്, മുസ്ലിംസിന്റെ സ്ട്രെങ്ത്, മുസ്ലിംസിന്റെ ഡെമോഗ്രാഫിക് സ്ട്രെങ്ത്, അത് വേറെ അവരുടെ വലിയ വിഷയമാണ്. കാരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗെയിൻ
കശ്മീരും കശ്മീരും വിട്ടുകഴിഞ്ഞാൽ കേരളം മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിംസിന്റെ പോപ്പുലേഷനുള്ള സംസ്ഥാനമാണ്. അപ്പോൾ അത് വലിയൊരു, അതിൻ്റെ കൂടെ പൊളിറ്റിക്കലായിട്ട് പവറുണ്ട് ത്രൂ മുസ്ലിം ലീഗ് ആൻഡ് മെയിൻ സ്ട്രീം പൊളിറ്റിക്സ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് ഇവർ കണക്കാക്കും. മുസ്ലിം ലീഗിന്റെ ശക്തിയാണോ അവരുടെ പ്രശ്നം, അതോ കോൺഗ്രസ് പോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ ലീഡേഴ്സ് മുസ്ലിങ്ങളായതാണോ പ്രശ്നം? രണ്ടും. ഒന്ന് മുസ്ലിം ലീഗിന്റെ ശക്തി, പക്ഷെ മുസ്ലിം ലീഗ് തന്നെയല്ലല്ലോ നിൽക്കുന്നത്, മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പവർ ബാക്കി ഒരു സംസ്ഥാനത്തും OWC ഒഴിച്ച് അധികാരത്തിലെത്തുന്നുണ്ടല്ലോ അല്ലെ? അവിടെ OWCക്ക് അധികാരമുണ്ട്, പക്ഷെ അതൊരു കൺഫൈൻഡ് ടു ഹൈദരാബാദ്. അതിൻ്റെ അകത്തൊരു ചെറിയ സ്ഥലത്ത് പുള്ളി MP ആവും, കുറച്ച് MLA മാരുണ്ടെന്നല്ലാതെ ഒരു സംസ്ഥാനത്ത് ചീഫ് മിനിസ്റ്റർ ആകാനുള്ള സ്കോപ്പില്ല കേരളത്തിലെ പോലെ. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഇപ്പൊ CH മുഹമ്മദ് കോയെ പോലെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആ ഒരു സ്കോപ്പ് ഇല്ല. കശ്മീർ OWC സ്വത്വവാദ രാഷ്ട്രീയത്തിന്റെ പൊസിഷനിൽ തന്നെയാണല്ലോ നിന്ന് സംസാരിക്കുന്നത്, അല്ല സെക്യുലർ സ്പേസിൽ വരുന്നുമില്ല. പുള്ളി പുള്ളി ഇടയ്ക്ക് ദളിത് ആദിവാസി പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞെങ്കിലും അതിലേക്കാണ് ചുരുങ്ങി നിൽക്കുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് പുള്ളിയുടെ ഒരു ലിമിറ്റ്. പുള്ളി പല സംസ്ഥാനങ്ങളിലും അത് മുസ്ലിംസും ബാക്കിയുള്ള കാസ്റ്റും എസ്പെഷ്യലി ലോവർ കാസ്റ്റും തമ്മിലുള്ള ഒരു പുതിയ പൊളിറ്റിക്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കി. പക്ഷെ ഇപ്പോഴും ഒരു മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ളവരെ നേരിടാൻ അപ്പോൾ BJPക്ക് എളുപ്പമാണ്. മുസ്ലിം ലീഗ് പോലത്തെ UDFന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മതേതര പാർട്ടീനെ അവർക്ക് ശരിക്കും നേരിടാൻ പറ്റുന്നില്ല. അതിൽ നിന്നായിരിക്കും ഇത് വരുന്നത് അല്ലേ? അതൊരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ അവർ ഇത് എക്സ്ട്രീം ഈ വ്യത്യാസങ്ങളെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അത് എക്സ്ട്രീമിസ്റ്റ് ഇസ്ലാമിസവും മെയിൻ സ്ട്രീം മുസ്ലിം പാർട്ടി തമ്മിലുള്ള ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ജനങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്കത് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഇവർ പറയുന്ന മാപ്പിള റെബല്യൻ അല്ലെങ്കിൽ നമ്മുടെ മാപ്പിളയിലുള്ള താലിബാനി, ആദ്യത്തെ താലിബാനി ആക്ട്, താലിബാൻ ഇല്ല ആ സമയത്ത്, പക്ഷെ ഇതാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? RSS സീനിയർ RSS ലീഡർ പറഞ്ഞ. അപ്പം മാപ്പിള ലഹളയിൽ പല പല സംഭവങ്ങളുണ്ട്. ഇപ്പൊ ചരിത്രകാരന്മാർ ഹിസ്റ്റോറിയൻസ് വായിക്കുന്നത് പല മാനങ്ങളുണ്ട് മാപ്പിള ലഹളയിൽ. അതിനകത്ത് മതത്തിന്റെ ബേസിസിലോട്ട് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു കോൺഫ്ലിക്റ്റ്, ഹിന്ദു മുസ്ലിം. പക്ഷെ അത് മാത്രമല്ലായിരുന്നു അതിൻ്റെ അകത്ത്, അത് കാർഷിക ലഹളയാണ്. അതിൻ്റെ അകത്ത് കർഷകരുടെ പ്രശ്നം, മുസ്ലിം കർഷകരും ഹിന്ദു ജന്മികളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്, ക്ലാസ് ബേസ്ഡ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, പല പല എലിമെന്റ്സ് ഉണ്ട്. പിന്നെ ആന്റി ഇമ്പീരിയൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇതുണ്ട്, പല തരത്തിലുള്ള ആസ്പെക്ട്സ് ഉണ്ട്. പക്ഷെ അത് അവർ ചുരുക്കിയിട്ട് അത് ഹിന്ദു മുസ്ലിം ആക്കും, മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ കാര്യം. ഇത് മാപ്പിള ലഹള പഠിക്കുന്നത് എന്തോരം പേര് പഠിച്ചിട്ടുണ്ട്. നീ കേരളത്തിലെ തന്നെ വലിയ വലിയ ചരിത്രകാരന്മാർ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പല പല ആസ്പെക്ട്സിന് അതിനെക്കുറിച്ച്. അപ്പൊ ജാതി ഉണ്ട്, അതിൻ്റെ അകത്ത് മതമുണ്ട്. അപ്പം നമ്മളത് ഹിന്ദു മുസ്ലിം ആക്കുമ്പോൾ അതിൻ്റെ ഹിന്ദുക്കളാണ് കൂടുതൽ ജന്മികളായിരുന്നെന്ന കാര്യം ഇവർ പറയുന്നില്ല, മുസ്ലിംസ് ആയിരുന്നു കൂടുതൽ കർഷകരായിരുന്നു എന്നുള്ളത്. അപ്പൊ ഹിന്ദു സവർണ ഹിന്ദുക്കൾ ജന്മികളായിട്ട് മുസ്ലിം കർഷകരെ അപ്പൊ അവിടെ മതം വരുന്നുണ്ട്, അവിടെ ഒപ്രഷനിൽ മതം വരുന്നുണ്ട്, അപ്പൊ തിരിച്ചും വരുന്നുണ്ട്. അങ്ങനെ പല പല ആസ്പെക്ട്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ബൈനറിയാണ്. ഇപ്പൊ അതാണ് പറഞ്ഞത്. ഇപ്പൊ മുസ്ലിംസ് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഇല്ല. ഇതാണ് എൻ്റെ മെയിൻ കാര്യം. ഇപ്പൊ ഈ മുസ്ലിംസ് 15% ഉണ്ട്, കേരളത്തിൽ അതിൽ കൂടുതലുണ്ട്, 26% ഉണ്ട്. ആ 26% ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിംസിന്റെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ മെയിൻ ആയിട്ടുള്ള ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ബേസിസ്. കാരണം ക്രിസ്ത്യൻസും ബാക്കിയുള്ള മതങ്ങളും, ഫോർ എക്സാമ്പിൾ സിഖിസവും ചെറുതാണല്ലോ, 2%, 1.5% ഉള്ള അതൊരു ത്രെട്ടായിട്ട് അവർക്ക് ഇപ്പോൾ കേരളത്തിൽ പറയാം, പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ല ക്രിസ്ത്യൻസ് ത്രെട്ടാണ്. പക്ഷെ എന്നാലും ക്രിസ്ത്യൻസിന്റെ മിഷനറി ആക്ടിവിറ്റീസ് അതൊക്കെ എപ്പോഴും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഈ പോർട്രയൽ തന്നെ ഞാൻ പറഞ്ഞു. ഇപ്പം മുസ്ലിം ലീഗ് അങ്ങനെ, മലപ്പുറം നാഷണൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പാത്താണ്, പുറത്ത് പോയി നോക്കണം. മലപ്പുറം എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. അതാണ് കേരളത്തിൽ പറയുന്ന പോലെ അല്ല പുറത്ത് പറയുന്നത്. എല്ലാ സോഷ്യൽ മീഡിയ ചാനൽ മലപ്പുറമാണ് ഒരു ടെററിസത്തിന്റെ ഹബ്ബ്, IS ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ റിക്രൂട്ട്മെന്റ്സ്. ഗർഭിണിയായ ആനയെ കൊന്നു, അത് മലപ്പുറത്തല്ലായിരുന്നു, അത് പാലക്കാടായിരുന്നു. അത് കൊല്ലുന്നത് മുസ്ലിംസ്, അത് മലപ്പുറത്ത് കൊല്ലുന്നു.
മധു ആദിവാസി യുവാവിന്റെ വളരെ ദാരുണമായ അന്ത്യം നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കേരളത്തിൽ നടന്ന. അതിന്റെ ന്യൂസ് ഞാൻ അനലൈസ് ചെയ്ത് സോഷ്യൽ മീഡിയ, ഹിന്ദുത്വ സോഷ്യൽ മീഡിയയിൽ, മുസ്ലിം ലെഡ് മോബ് കിൽസ് ആദിവാസി. മധുവിനെ കൊന്നത് അതിൻ്റെ അകത്ത് മുസ്ലിംസും ഉണ്ട്, ഹിന്ദുസും ഉണ്ട്, ക്രിസ്ത്യൻസും ഉണ്ട്. അത് കേരളത്തിന്റെ ഒരു സവിശേഷമായ ഒരു അവസ്ഥയിൽ നിന്ന് വരുന്നതാണ്. മധുവിനെ കൊല്ലുന്നത് 3 മതസ്ഥരുണ്ട്. പക്ഷേ നിങ്ങളുടെ പേര് പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് അത് ഹൈലൈറ്റ്, ഇതൊരു നിരന്തരമായിട്ടൊരു അതിപ്പോ കേരളത്തിൽ ഒരുപാട് കേസുകളിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രതിസ്ഥാനത്ത് ഏതെങ്കിലും മുസ്ലിം പേരുകാരനാണ് വരുന്നതെങ്കിൽ ഇത് പെട്ടെന്നൊരു അവരുടെ വിശ്വാസമായിട്ടും. അതെ. അപ്പൊ ഇതാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇത്. RSS CPM പൊളിറ്റിക്കൽ ഫൈറ്റ്, അതിൻ്റെ അകത്തുള്ള കൊലപാതകങ്ങളെല്ലാം പുറത്ത് കാണിക്കുന്നത് ഹിന്ദുസിനെ കൊന്നെടുക്കുകയാണ്. രാഷ്ട്രീയ കൊലപാതകമായിട്ടല്ല, രാഷ്ട്രീയ കൊലപാതകമാണ്. പക്ഷെ രാഷ്ട്രീയ കൊലപാതകമായിട്ടല്ല അവർ കാണുന്നത്, മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മതത്തിന്റെ അടിസ്ഥാനം. അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആൾക്കാർ എന്താ പറയുക, അവർ ഓർക്കുന്ന ഈ CPM-കാരൊക്കെ കൊല്ലുന്നവരെല്ലാം മുസ്ലിംസ് ആണ്. ഈ മരിച്ചു പോകുന്ന കൊല്ലപ്പെടുന്ന BJP-കാർ, RSS-കാരെല്ലാം സ്വാഭാവികമായിട്ട് ഹിന്ദുക്കളാണ്. ഇതാ ഞാൻ പറഞ്ഞത്. ആൾക്കാർക്ക് അറിയുന്നില്ല, ഈ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയുന്നില്ല. അവർ ഓർത്തിരിക്കുന്ന CPM മുഴുവൻ മുസ്ലിംസ് ആണ്. ഇന്ത്യ കേരളത്തില് മുസ്ലിം ലീഗ് വിട്ടു കഴിഞ്ഞാൽ മുസ്ലിംസ് മുഴുവൻ CPM-ലാണെന്നുള്ള വിവരമാണ് അവർക്കുള്ളത്. അവരറിയുന്നില്ല ഇതിൻ്റെ അകത്ത് കൊല്ലുന്നവരും എല്ലാം രണ്ടുപേരും ഓൾമോസ്റ്റ് ഒരു ജാതിയിൽ നിന്നുള്ളവരാണ് മിക്കവാറും. ഹിന്ദു, ഈഴവർ അല്ലെങ്കിൽ തീയര് അല്ലെങ്കിൽ ഹിന്ദുക്കൾ തന്നെയാണ്. മുസ്ലിം ലീഗ് അല്ലെങ്കിൽ PFI, RSS-നെ കൊല്ലുന്ന ഈ ടോട്ടൽ കൊലപാതകങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വളരെ ചുരുക്കമുള്ള ആ പെർസെൻറ്റേജ്. മെയിനായിട്ടും CPM ആൻഡ് RSS ആണല്ലോ അതിൻ്റെ അകത്ത്. മറ്റേ മുസ്ലിം ലീഗും കോൺഗ്രസും മറ്റ് പൊളിറ്റിക്കൽ ഫോർമേഷൻ ഉണ്ടെങ്കിൽ. അല്ല, ഇത് കണക്കെടുത്ത് നോക്കിയപ്പോ അങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചോ? ഈ CPM-ഉം RSS-ഉം തമ്മിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇതുപോലെ മരിച്ചുപോയ ഹിന്ദുക്കളും പ്രതിസ്ഥാനത്ത് വന്നതിൽ മുസ്ലിങ്ങളെ പേര് യാദൃശ്ചികമായി ഉണ്ടായിരുന്നോ, അതോ ഇല്ല? അല്ല, അങ്ങനെയല്ല. ഇവര് കാണിക്കുന്ന അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതിന്റെ ഏതെങ്കിലും കേസുകളൊക്കെ എടുത്ത് ഹൈലൈറ്റ് ചെയ്യാം. അല്ല, ഇതിന്റെ അകത്ത് പ്രതിസ്ഥാനത്ത് വരണ്ട. ഈ ജനറൽ പോർട്രേയിൽ ഇതൊരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് അല്ല, ഇത് മതത്തിന്റെ ബേസ്, ഇത് കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ് ആണെന്നുള്ളതാണ് വരുത്തി തീർക്കുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ പ്രതിസ്ഥാനത്ത് ഇപ്പം പ്രതിസ്ഥാനത്ത് മിക്കവാറും മുസ്ലിം അല്ലെങ്കിൽ PFI അല്ലെങ്കിൽ മിക്കവാറും പ്രതിസ്ഥാനത്ത് മുസ്ലിമിലല്ല, അതല്ല അവർ പറയുന്നത്. അല്ല, ഫാക്ട് വെച്ചല്ല സംസാരിക്കുന്ന ഒരു നറേഷനാണ് അങ്ങനെ പോകുന്നു. ഈ നരേഷൻ, അപ്പൊ ഇത് നരേഷൻ പുറത്ത് ഭയങ്കര വാലിഡിറ്റി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ആൾക്കാർക്ക് രാഷ്ട്രീയമായിട്ട് ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ പറ്റി, ആക്ച്വലി ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ പോയി ഓടിച്ച് മെയിൻ സ്ട്രീം മീഡിയയിൽ വരുന്നതൊക്കെ കാണുന്നുള്ളൂ. കേരളത്തിൽ പോലും നമുക്ക് നോർത്ത് ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പറ്റിയൊന്നും അങ്ങനെ അഗാഢമായ അങ്ങനെ നോളജ് ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒത്തിരി നോർത്ത് ഇന്ത്യയിൽ നിന്ന് UP, ബംഗാൾ അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ അവരുമായിട്ട് ഇടപഴകാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതാണ് സാധാരണ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ വലിയ വിവരങ്ങളൊന്നുമില്ല മറ്റ് ഭാഗങ്ങളെ പറ്റി ഇന്ത്യയുടെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ നരേറ്റീവ് ഇങ്ങ് ബിൽഡപ്പ് ചെയ്യാണ്. ഇപ്പൊ കൾച്ചറലി എടുത്തു കഴിഞ്ഞാൽ, പൊളിറ്റിക്കലി പറഞ്ഞു, കൾച്ചറലി എടുത്തു കഴിഞ്ഞാൽ ഇതാണ് റൈസിങ് മുസ്ലിം പോപ്പുലേഷൻ. മുസ്ലിം പോപ്പുലേഷൻ കേരളത്തിൽ 26%. അത് ഇനിയും വളരും. പക്ഷെ അവർ പറയാത്ത ഒരു കാര്യം, ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് എല്ലാ ഡെമോഗ്രാഫേഴ്സും പറയുന്നത് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക വികസന സൂചികകൾ കൂടുമ്പോൾ എല്ലായിടത്തും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം മുസ്ലിംസിന്റെയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി മുസ്ലിംസിന്റെയാണ് കൂടുതൽ റേറ്റ് ഓഫ് ഡിക്ലൈൻ. ഓൾദോ മുസ്ലിംസിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദുക്കളെക്കാളും ക്രിസ്ത്യാനികളെക്കാളും കൂടുതലാണ്. പക്ഷെ അതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്ന, എല്ലാ എക്സ്പേർട്സ് പറയുന്ന 2035-നകം കേരളത്തിൽ സ്റ്റെബിലൈസ് ചെയ്യും, എല്ലാവരുടെയും ഒരേ രീതിയിൽ ആവുന്ന തരത്തിലേക്കുള്ള ഫെർട്ടിലിറ്റി ഡിക്ലൈനാണ്. പക്ഷെ അതല്ലല്ലോ ഇവർ കാണിക്കുന്ന പുറത്തേക്ക്. ചില സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ് കേരളത്തിൽ 10% ഉള്ളൂ ഹിന്ദുസ്, 60% 10%. ശരിക്കും 10-20,000 പേര് ഫോളോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് ഞാൻ നോട്ട് ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ. ലവ് ജിഹാദ് വേറെ ഇഷ്യൂ. ലവ് ജിഹാദിന്റെ ഇഷ്യൂ ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറയുന്നത്, ഞാൻ അതിനെപ്പറ്റി തന്നെ ഒരു ബുക്ക് എഴുതാം. അതിന്റെ പോർട്രേലും അതിന്റെ പ്രൊപ്പഗാൻഡയും എങ്ങനെയാ ഇന്ത്യയിൽ നടന്നതെന്ന്. അതാ ഞാൻ പറഞ്ഞ, മലയാളികൾക്ക് അത്രയും അറിയുന്നില്ല. മലയാളികൾക്ക്
പുറത്തുനിന്ന് നോക്കാത്തതുകൊണ്ട് ഇത് അറിയുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം, അത് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാനിവിടെ ആ സിനിമ കാണാൻ പോയി, കേരള സ്റ്റോറി, കാനഡയിൽ. ഒരു 10-15 പേരേ ഉള്ളായിരുന്നു തിയേറ്ററിൽ. ഞാൻ ഒഴിച്ച് ബാക്കിയുള്ളവർ ആ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നവരെല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്, പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ ചെറുപ്പക്കാരാണ്, 10-25-30 വയസ്സ്. അവർ എൻ്റെ അടുത്തിരുന്ന് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഞെട്ടുകയാണ്. ഇതാണോ നടക്കുന്ന കേരളത്തിൽ? ഇതാണോ കേരളം? കേരളത്തിൽ ഇങ്ങനെ ആൾക്കാർ ചുമ്മാ ഐസിസിലെ ആൾക്കാർ വന്ന് പിടിച്ചോണ്ട് പോവല്ലേ സ്ത്രീകളെയും പെണ്ണുങ്ങളെയും. അവരെ കൺവേർട്ട് ചെയ്ത് 30,000 പേരെയാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് സിറിയയിലേക്ക് കൺവേർട്ട് ചെയ്ത്. ഒന്ന് ആലോചിച്ച് വയ്ക്കുക സുനിത, 30,000 പേരെ. ഇത് 2 കൊല്ലം ഇവരുടെ ഈ ട്രെയിലർ ഇന്ത്യയിൽ മുഴുവൻ പ്രചരിപ്പിച്ചു. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ട്രെയിലറിന്റെ ഈ കണക്ക് കാണിക്കണം, 32,000. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിന്റെ പോപ്പുലേഷൻ 3.5 കോടി ജനങ്ങൾ, 32,000 പെണ്ണുങ്ങളെ ഇവർ കൺവേർട്ട് ചെയ്ത് സിറിയയിലേക്ക് കൊണ്ടുപോവാണ്. കഴിഞ്ഞ 2022 നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ കണക്കുകൾ നോക്കിയാൽ ഏറ്റവും കുറവ് കിഡ്നാപ്പിംഗ് ഉള്ള സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ. തമിഴ്നാടും കേരളവും. കേരളത്തിൽ 400 പേരെയാണ് കിഡ്നാപ്പ് ചെയ്തേക്കുന്നത്, ആണും പെണ്ണും എല്ലാം കൂടെ ഉൾപ്പെടെ. ഏറ്റവും കുറവ് ഉത്തർപ്രദേശിൽ 16,000 സംതിങ് ആണ്. 400 കേരളത്തിലും 16,000 ഉത്തർപ്രദേശിലും 2022 കിഡ്നാപ്പിംഗ് കണക്ക്, തട്ടിക്കൊണ്ടുപോകുന്നു. ആ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ 30,000 പെണ്ണുങ്ങളെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ 80 കൊല്ലം എടുക്കും തട്ടിക്കൊണ്ടുപോകാൻ. ആലോചിച്ച് നോക്കി, ഇതാണ് പ്രചരിപ്പിക്കുന്നത്. ഇവിടെ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാർ ഇത് കണ്ടിട്ട് ആരും ഞെട്ടിപ്പോയില്ല. അവർക്ക് വേറെ ഒരു സോഴ്സും ഇല്ല അറിയാനായിട്ട് എവിടെയാണ് എന്താണ് നടക്കുന്നതെന്ന്. കേരളത്തിൽ നമ്മളെങ്ങനെയല്ല അല്ല എന്ന് പറയുന്നതൊന്നും കേരളത്തിന് പുറത്തേക്ക് എത്തുന്നില്ല അല്ലെ? ശരിക്കും കേരളത്തിനകത്താണ് ഈ ചർച്ചകൾ നടക്കുന്നത്. നമ്മൾ വീട്ടിലിരുന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷെ നമ്മളത് അത്ര സീരിയസ് ആയിട്ടും എടുക്കുന്നില്ല. ഇത് വലിയൊരു പ്രശ്നമാണെന്നുള്ള സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇത് പെർട്ടിക്കുലർലി ഞാൻ നോട്ട് ചെയ്ത കാര്യമാണ്. കേരളത്തിൽ ഇത് സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം അവർക്ക് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നില്ല. ഇതിന്റെ 16 കോടി രൂപയ്ക്ക് എടുത്ത കേരള സ്റ്റോറി 330 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ കാശ്മീർ ഫയൽസ്. കളക്ഷന്റെ പ്രോഫിറ്റബിലിറ്റി ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് 20 കോടിക്ക് എടുത്തു, 240 കോടിക്ക് എടുത്തത്. അതിൽ കൂടുതൽ ഇതാണ് 15 കോടിക്ക് എടുത്ത പടം 300 കോടി. കേരളവും തമിഴ്നാടും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇത് വലിയ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റ്. ഇതിൻ്റെ അത് ആ സിനിമ ഒന്ന് കണ്ടു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. കേരളത്തിൻ്റെ പറ്റി അതിനകത്ത് മലയാളിയായിട്ട് ആരുമില്ല, ഒരു ചെറിയ റോളിലെങ്ങാണ്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആക്ടേഴ്സും ആക്ട്രസസുമാണ്. ഹിന്ദി ചുവയോടുകൂടിയാണ് ഇവർ മലയാളം പറയുന്നത്. കേരളത്തെ പറ്റി കാണിച്ചേക്കുന്ന ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും കേരളത്തിലുള്ള എല്ലാ മുസ്ലിമുകളും ഐസിസിന്റെ ഭാഗമാണ്. വേറെ ഒരു മുസ്ലിമിനെ കാണിക്കുന്നില്ല അല്ലാത്ത രീതിയിലുള്ള. ഇതാണ് പ്രശ്നം. അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്ന ദീപാവലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്നാണ്. ഇങ്ങനത്തെ മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അതിൻ്റെ അകത്ത്. നമ്മൾ കാണുമ്പോൾ എനിക്ക് ചിരി വരുമായിരുന്നു ഇത് കാണുമ്പോൾ. നമ്മൾ പക്ഷെ ഇങ്ങനത്തെ പ്രൊപ്പഗാണ്ടകളെ കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്കിപ്പോ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്. അല്ല നമ്മൾ തമാശ ചെയ്ത് വിട്ടുകളയാ ചെയ്യുന്നത് ശരിക്കും. എന്തെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകം അല്ല, എന്റെ ചാപ്റ്റർ എഴുതിയ പുസ്തകം ബാക്കിയുള്ള ഒരു അല്ല, ഈ പുസ്തകത്തിന്റെ ഒരു സാഹചര്യം അതാ അല്ലേ? അപ്പം അത് സുനിത, ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഇപ്പൊ ചെറിയ ഒരു സിനിമ ഉണ്ടാക്കി അത് പ്രൊമോട്ട് ചെയ്ത് കുഴപ്പമില്ല, ആൾക്കാർ കണ്ടു എന്ന് പറഞ്ഞോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് പ്രധാനമന്ത്രി പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇലക്ഷൻ റാലിയിൽ കേരള സ്റ്റോറി കണ്ടു നോക്കുക എന്ന് പറയുകയാണ്. യോഗി ആദിത്യനാഥിന്റെ കൂടെ നിൽക്കുകയാണ് ഡയറക്ടറും ആക്ടേഴ്സും എല്ലാവരും കൂടെ. നികുതി ഇളവ് കൊടുക്കുകയാണ്. നികുതി ഇളവ് കൊടുക്കുകയാണ് എല്ലാ സ്റ്റേറ്റുകളും. അപ്പൊ ഇതെന്ന് പറയുന്ന ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കുന്നത്. നാസി ജർമ്മനി നടന്ന സംഭവമാണ് ഇത്. ഈ പ്രൊപ്പഗാൻഡ മെഷീനറി ഭരണകൂടമായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ നിന്ന് നമ്മൾ ചിരിക്കാൻ, നമുക്ക് കോമഡി ഇത് മീം ഉണ്ടാക്കിയിട്ട് ചിരിക്കാൻ വേണമെങ്കിൽ, പക്ഷെ ഇത് ചിരിയല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം, എൻ്റെ കൂടെ ഇരുന്ന ഈ ചെറുപ്പക്കാര് അവരിത് കണ്ട് ഞെട്ടി. അവർ ഭയങ്കരമായിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ആകെ ഷെയ്ക്കണായിട്ടിരിക്കുക. ഞാനപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കാൻ നോക്കി. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. കേരളത്തെ പറ്റി ആദ്യം കാണുന്ന അവസ്ഥ ഇതാണ് അവർ കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, വേറെ കാര്യങ്ങളും എല്ലാം അറിയാമെന്ന് ചോദിച്ചു. ഞാൻ ഗുജറാത്തിൻ്റെ 2002 കലാപത്തെ പറ്റിയും നരേന്ദ്രമോദിയുടെ പങ്കിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മൾ അതിനെപ്പറ്റി സിനിമ എടുത്തിട്ടില്ല. അല്ല, സിനിമ എടുക്കുന്നതിൻ്റെ കാര്യമല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ. നമ്മുടെയൊക്കെ പുതിയ ജനറേഷൻ്റെ അത്രയേ ഉള്ളൂ. അവർക്ക് ചരിത്രത്തെ പറ്റിയുള്ള ബോധമൊക്കെ അത്രയേ ഉള്ളൂ.
നമ്മൾ സിനിമ ഇപ്പം നമ്മൾ ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലായാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വേറൊരു ദേശക്കാര് ഗുജറാത്ത് കലാപത്തെ പറ്റി 10,000-2,000 പേര് അവിടെ മരിച്ചു എന്നാണ് കണക്കുകൾ. ഒഫീഷ്യലിൽ എങ്ങാണ്ട് 1,300 എങ്ങാണ്ട്. അതിൻ്റെ അകത്ത് മുസ്ലിംസ് മാത്രമല്ല ഹിന്ദുക്കളും മരിച്ചു. 250 ഹിന്ദുക്കളും മരിച്ചു. ഈ 10,000-2,000 പേര് മരിച്ചത് നമ്മൾ 6 ലക്ഷം പേര് മരിച്ചു അല്ലെങ്കിൽ 10 ലക്ഷം പേര് മരിച്ചു എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിട്ട് ഇന്ത്യ മുഴുവനുള്ള സംസ്ഥാനങ്ങളിൽ അത് ഓടിക്കുകയാണ്, എന്നിട്ട് പ്രധാനമന്ത്രി അത് പ്രൊമോട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഭീകരാവസ്ഥ ഒന്ന് മനസ്സിലായി. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 3 പേരെയാണ് ശരിക്കും കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് 3 സ്ത്രീകളെ ഉള്ള ഡോക്യുമെന്റഡ് ഉണ്ടല്ലോ. ഈ സ്റ്റോറി ആ 3 പേരുടെ സ്റ്റോറി ആയിട്ട് കാണിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അതൊരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു സ്റ്റോറി അല്ലേ, അത് എങ്ങനെ സംഭവിച്ചു. പക്ഷെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്ന കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരെ ഫോഴ്സ് അവർക്കൊരു ഏജൻസി ഇല്ലേ. പെണ്ണുങ്ങൾ ഈ പോയ പെണ്ണുങ്ങൾ അവരുടെ ഇന്റർവ്യൂ കണ്ടു യൂട്യൂബിലുണ്ട്. അവർ സ്വമേധ അവർ പറയുന്നു നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകണം. അപ്പോൾ അവർക്ക് ഒരു ഇതും ഇല്ലാത്ത രീതിയിലാണ് ഇവർ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊന്ന് കൺവേർട്ട് ചെയ്ത 2 ക്രിസ്ത്യാനികളുണ്ട്. പിന്നെ ക്രിസ്ത്യാനികൾ വേറെ സ്വന്തം ഭാര്യമാരെ പിന്നെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഒരു കോംപ്ലക്സ് സ്റ്റോറിയാണ്. അപ്പോൾ ചുമ്മാ അത് മാറ്റിയിട്ട് ഇങ്ങനത്തെ ഉള്ള രീതിയിലുള്ള കൾച്ചറലി, ഫോർ എക്സാമ്പിൾ ഇത് കൾച്ചറലി ഏറ്റവും വലിയ അറ്റാക്കാണ്. ശബരിമല ഫോർ എക്സാമ്പിൾ, അത് വലിയ നാഷണൽ ലെവലിൽ ഭയങ്കര വലിയ സ്റ്റോറിയാണ്. ശബരിമല കേരളത്തിൽ BJP അല്ലെങ്കിൽ ശബരിമല ഭക്തന്മാരെ ടാർഗറ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള വയലന്റ് ആയിട്ട് അവർ പ്രതികരിച്ചല്ലോ. നമ്മൾ ഈ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ 100 ബസ്സോളം കത്തിച്ചില്ലേ KSRTC ബസ്, ഹിന്ദുത്വ ആക്ട്. അപ്പോൾ അതിൽ തുടർന്നുണ്ടായ അറസ്റ്റുകൾ ഇവർ ചിത്രീകരിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു അയ്യപ്പ ഭക്തന്മാരെ അല്ലെങ്കിൽ അയ്യപ്പനിൽ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറി അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള രീതിയിലല്ലേ. നരേന്ദ്രമോദി തന്നെ പറഞ്ഞു ഇതിനെപ്പറ്റി ഇലക്ഷനിൽ റിലിജൻ ഉപയോഗിച്ച് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയിൽ അതൊന്നും ബാധകമല്ലല്ലോ. നരേന്ദ്രമോദിക്ക് ബാധകമല്ല, ബാക്കി ഉള്ളവർക്ക് ബാധകമാണ്. രാഹുൽ ഗാന്ധി നോട്ടീസ് കിട്ടാറുണ്ട്, പുള്ളിക്ക് കിട്ടാറില്ല. എല്ലാ ഇലക്ഷനിലും പറയും. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് സ്പീച്ച് അദ്ദേഹമാണ് നടത്തിയത്. ഇപ്പൊ ശരിക്കും നമ്മുടെ ലോ അനുസരിച്ച് ഇലക്ഷനിൽ 6 കൊല്ലത്തേക്ക് ഡിസ്ക്വാളിഫൈ ആവേണ്ടതാണ്. 6 കൊല്ലത്തേക്ക് ഡിസ്ക്വാളിഫൈ